Meet the editors. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇടതുപക്ഷത്തെ വഞ്ചിച്ചു. സ്മൃതി. വഞ്ചിച്ചിട്ടില്ല. ഇടതുപക്ഷത്തെ വഞ്ചിച്ചു എന്ന ഇടതുപക്ഷം പോലും ആ രൂപത്തിലുള്ളൊരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. ഇന്നലെ വയനാടിനെ വഞ്ചിച്ചു എന്നാണ് CPI പ്രതികരിച്ചത്. ബിനോയ് വിശ്വം ഇന്നത്തേക്ക് പ്രതികരണം മാറ്റി ശക്തമായ മത്സരം കാഴ്ചവെക്കും, ഞങ്ങളും ശക്തമായി മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് വേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്, ആശയങ്ങളുടെ യുദ്ധമാണ്. വെറും യുദ്ധം എന്നല്ല, ആശയങ്ങളുടെ യുദ്ധമാണ്. അതിൽ ഏത് ആശയത്തെയാണോ ജനങ്ങൾ സ്വീകരിക്കുന്നത് ആശയം വിജയിക്കും. ആ രൂപത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ, ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രിയങ്ക എന്ന രീതിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നൊരു വലിയ ലക്ഷ്യം തന്നെയുണ്ട്. ഇത് ചെറിയ കാലത്തേക്കുള്ളതല്ല, ദീർഘകാല പദ്ധതി തന്നെയാണ്. ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെ വേണം പ്രിയങ്കയെ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുലിനെയും കാണാൻ. ആ രൂപത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ആനി രാജ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സഖ്യകക്ഷികളോട് ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാം UPA കാലത്തും പരസ്പരം മത്സരിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷമാണല്ലോ പിന്തുണയ്ക്കാനുള്ള തീരുമാനമൊക്കെ വന്നിട്ടുള്ളത്. ആ രൂപത്തിലല്ല ഇപ്പോൾ സഖ്യം രൂപപ്പെട്ടതെന്ന് വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം. പക്ഷേ അപ്പോഴും കേരളത്തിൽ UDFും LDFും എന്ന രീതിയിൽ തന്നെയാണ് മത്സരമുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് മത്സരിക്കുമ്പോൾ ദേശീയ തലത്തിൽ നിന്നൊരു നേതാവ് വന്നോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് അപ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല, വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് ആകത്തുകയായി ഇന്ത്യ മുന്നണിക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആനി രാജ പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയതും അവരോട് വളരെ ബഹുമാനം തോന്നുമായിട്ടുള്ള കാര്യം കൂടുതൽ പാർലമെൻറ്റിലേക്ക് കൂടുതൽ വനിതകൾ വരിക എന്നൊരു പ്രധാനമാണെന്ന്. അപ്പോൾ പ്രിയങ്ക മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഒരു വനിത വരുന്നു എന്നുള്ളത് അവർ അതിനെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അതിനെ കാണാൻ എതിർകക്ഷിയായിട്ടും ആനി രാജയ്ക്ക് കഴിയുന്നുണ്ട്. ഇനി ആനി രാജയെ ആകണം മത്സരിക്കേണ്ടതെന്ന് CPI ആവശ്യപ്പെട്ടു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആനി രാജയ്ക്ക് ഇനിയും വയനാട്ടിൽ നിന്ന് വോട്ട് ചോദിക്കാൻ താല്പര്യമില്ല എന്നും കേൾക്കുന്നു. അപ്പോൾ ആനി രാജയാണ് മത്സരിക്കാൻ പറ്റുന്നെങ്കിൽ രണ്ട് വനിതകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് ശക്തരായ വനിതകൾ തമ്മിലുള്ള മത്സരം എന്ന നിലയ്ക്ക് അതിനെ ഒരു വേറൊരു തലത്തിൽ ആ മത്സരത്തെ നമുക്ക് കാണാൻ കഴിയും. ഇനി വയനാടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വയനാട് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമായി റായ്ബറേലി, അമേഠി, വയനാട് എന്ന രൂപത്തിലേക്ക് ദേശീയ പ്രാധാന്യമുള്ളൊരു മണ്ഡലമായി വയനാട് മാറിയിരിക്കുന്നു. രാഹുൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്, ഇനി വയനാടിന് 2 MP-മാരാണ്, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാകും, പ്രിയങ്ക ജയിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതൊരു വൈകാരികമായ സമീപനമാണ്. ആ വൈകാരിക സമീപനം എന്ന് പറയുന്നത് ആപത്ത് കാലത്ത് കൂടെ നിന്ന മണ്ഡലം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉറച്ച തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അത് ആകെ തുകയായി തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ പോകുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന നേതാവ് ഇന്ന് ഉദയം ചെയ്ത നേതാവല്ല, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന രീതിയിൽ മാത്രമാണ് ഒരു പുതുമയുള്ളത്. അത് കോൺഗ്രസിനാകെ ഉണർവ് നൽകുന്നുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. 2004 റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് തെരഞ്ഞെടുപ്പ് മാനേജറായിട്ട് പ്രിയങ്ക വരുന്നത്. അന്ന് തന്നെ പ്രിയങ്ക എന്നാണ് വരുന്നത്, പ്രിയങ്ക എന്നാണ് മത്സരിക്കുന്നതെന്ന ചോദ്യങ്ങൾ അന്ന് മുതലേ പ്രിയങ്ക കേൾക്കുന്നുണ്ട്. രാഹുലിനെ അല്ല ചോദിച്ചിട്ടുള്ളത്, പ്രിയങ്കയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഇന്ദിരാഗാന്ധിയുമായുള്ള സാമ്യം, ഇന്ദിരാഗാന്ധിയുടെ ഒരു കരിസ്മയുള്ള നേതാവ് എന്ന രൂപത്തിൽ തന്നെ പ്രിയങ്കയെ ആ രൂപത്തിൽ കാണുന്നതുകൊണ്ടാണ്. പിന്നീട് 2019 കിഴക്കൻ UPയുടെ ചുമതല അവർക്ക് നൽകിയിരുന്നു. ആ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ സംഘാടക എന്ന നിലയ്ക്ക് എത്രത്തോളം പ്രിയങ്ക വിജയിച്ചു എന്നുള്ള കാര്യം സംശയമുണ്ട്. നമുക്ക് അറിയാം, അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് 2019 1 സീറ്റായി കുറഞ്ഞു. ഇപ്പോൾ അത് 6 ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്, പ്രിയങ്കയുടെ മാത്രമല്ല. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 16 സംസ്ഥാനങ്ങളിലായി 108 റാലികളിലും പൊതുപരിപാടികളിലുമൊക്കെ പ്രിയങ്ക സംസാരിച്ചിട്ടുണ്ട്. വെറും സംസാരമല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ അങ്ങനെ ആകർഷിച്ച് കൂടെ നിർത്താൻ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യം ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവ് പ്രിയങ്ക ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ മോദി ഉന്നയിച്ച മംഗൾസൂത്ര വിഷയം അതൊരു തവണയെ മോദിക്ക് ആ രൂപത്തിൽ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് ശക്തമായ മറുപടി പ്രിയങ്കയിൽ നിന്ന് വന്നത് 55 വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോൾ നിങ്ങളുടെ മംഗൾസൂത്ര ആരെങ്കിലും കവർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം പറയുന്നു, ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം മംഗൾസൂത്ര ത്യജിച്ചവളാണ് എൻ്റെ അമ്മ. അതിലപ്പുറം വലിയൊരു മറുപടിയുണ്ടോ? അവിടെ മോദിക്ക് ഉത്തരം മുട്ടുകയായിരുന്നു. ആ രൂപത്തിൽ ഉത്തരം മുട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുന്നു. മാത്രമല്ല, ഏറ്റവും ശക്തമായ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന, കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന കാരുണ്യം അവരുടെ മുഖത്തുണ്ട്. ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഹാഥ്രസിലും ലഖിംപൂർ ഖേരിയിലും ഒക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ വയനാട്ടിലേക്ക് വരുമ്പോൾ
വലിയ ഊർജ്ജം, വലിയ സ്വീകാര്യത ലഭിക്കാൻ പോകുന്നു, വലിയ ഉണർവ് കോൺഗ്രസ് ഉണ്ടാകാൻ പോകുന്നു. കോൺഗ്രസിലെ ഈ ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങളും ഭിന്നതകളും ഒക്കെ മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യും. CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പ്രചാരണത്തിൽ എന്ത് വാദമാണോ ഉന്നയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ കൗതുകമായി നിൽക്കുന്നത്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലത്തെ ഒരു രീതി ഇനി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പുറത്തൊരു വനിതാ സ്ഥാനാർത്ഥിയാണ് ഒരു വിഷയം കൂടി നിൽക്കുന്നു. അപ്പോഴും പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തവണ ഇവിടെ പ്രചാരണത്തിന് വന്നപ്പോൾ പിണറായി വിജയനെതിരെയൊക്കെ ഉയർത്തിയ ചില ആരോപണങ്ങൾ, ഇവിടുത്തെ നേതൃത്വം പറഞ്ഞു കൊടുത്ത പ്രസംഗങ്ങളായിരിക്കാം, ആ രൂപത്തിലുള്ള പ്രസംഗം നടത്തുന്നത് മോശമായിരിക്കും. പ്രിയങ്കയെ സംബന്ധിച്ച് പ്രിയങ്കയെ പറ്റി ഇപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അവർ നിൽക്കുന്ന ഒരു സ്റ്റേച്ചർ, അതിൽ താഴേക്ക് പോകാത്ത രീതിയിലുള്ള പ്രസംഗമായിരിക്കും ഇനി നടത്തുക എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പോൾ KC വേണുഗോപാലൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ ശത്രു BJP ആണ്. ഇവിടെ CPM-നെ എതിർക്കലല്ല ഏറ്റവും വലിയ, അത്തരം പ്രതികരണങ്ങൾ KC വേണുഗോപാലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു സന്ദേശം പ്രിയങ്കയിലേക്കും എത്തിയിട്ടുണ്ടാവും. മുൻപും CPM-നെ നേരിട്ട് ആക്രമിക്കുന്ന രീതി രാഹുലിനുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളൂ, അടുത്ത മാസം പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഒരു പ്രചാരണത്തിലേക്ക് കടക്കുന്ന രൂപത്തിലേക്കായി കഴിഞ്ഞിരിക്കുന്നു. വളരെ വൈകാതെ തന്നെ രാഹുൽ ഏതായാലും പ്രിയങ്കയുടെ പേര് നിശ്ചയിച്ചിരിക്കുന്നു. ആ രൂപത്തിലേക്ക് കോൺഗ്രസ് സജ്ജമാണ്, തിരഞ്ഞെടുപ്പിന് സജ്ജമാണ്. ഏറ്റവും ഗംഭീരമായൊരു തെരഞ്ഞെടുപ്പായിരിക്കും വരാനിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. നോക്കിയിടവേളയ്ക്ക് ശേഷം തുടരാം. വെൽക്കം ബാക്ക്. ബീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ഇടതുപക്ഷത്തെയും വയനാടിനെയും വഞ്ചിച്ചോ രാഹുൽ എന്നതായിരുന്നു ചോദ്യം. ഇടതുപക്ഷത്തെയോ വയനാടിനെയോ രാഹുൽ ഗാന്ധി വഞ്ചിച്ചിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചുകൊണ്ടല്ല. എന്തുകൊണ്ടെന്നാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം 3 ലക്ഷ്യങ്ങളോട് കൂടിയുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, പ്രിയങ്ക ഗാന്ധി എന്ന 20 വർഷമായി സജീവ രാഷ്ട്രീയത്തിൽ, പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കിഴക്കൻ ഉത്തർപ്രദേശിലേതടക്കമുള്ള ക്യാമ്പയിനുകൾ നയിച്ചും കൂടുതൽ പ്രചരണങ്ങൾ നയിച്ചും ഇന്ത്യയുടെ ഗ്രാമങ്ങളെ കൂടി തൊട്ടറിഞ്ഞ വളരെ പ്രാക്ടീസിംഗ് ആയൊരു രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് അരങ്ങേറ്റം നടത്തുക എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ NDA 300 സീറ്റുകൾ നേടിയിരുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമായിരുന്നില്ല. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമായിരുന്നില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരിക. അതെന്തുകൊണ്ടാണ് അമേഠിയിൽ നിർത്താത്തത്? തീർച്ചയായും അമേഠിയിൽ നിർത്തിയാൽ കുടുംബവാഴ്ച എന്ന BJP-യുടെ ആരോപണത്തിന് ഒരു ആയുധം കൂടി കയ്യിൽ വെച്ച് കൊടുക്കുകയായിരിക്കും. മാത്രവുമല്ല, അവിടെ എതിരിടാനുള്ളത് സ്മൃതി ഇറാനിയാണ്. സ്വാഭാവികമായും അവിടെ ശർമ്മയെ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് BJP ശ്രമിച്ചതും കോൺഗ്രസ് ശ്രമിച്ചതും BJP ആ പ്രതിരോധത്തിൽ വീണുപോയതും. അതേസമയം നരേന്ദ്രമോദി പരിവാർ എന്നുള്ള രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, പ്രിയങ്ക ഗാന്ധിയിൽ ഇനിയും കോൺഗ്രസ് തേടാത്ത, ഇനിയും കോൺഗ്രസ് മനസ്സിലാക്കാത്ത ഒരുപാട് നേതൃപാടവ ശേഷിയുണ്ട്. ഒരു മികച്ച നയതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ എങ്ങനെ ആഭ്യന്തര രാഷ്ട്രീയത്തിനുള്ളിൽ ഹിമാചൽ പ്രദേശിലെ സുഖവീന്ദർ സിംഗ് സുഖുവും വീരഭദ്ര സിംഗുമായിട്ടുള്ള ബന്ധം, അവർ ഉലയുന്ന ഘട്ടത്തിൽ അവിടെ നയതന്ത്ര ചാരുതയോടുകൂടി ഇടപെടുന്നത് ഇതേ ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിൽ ഉള്ള പിണക്കത്തിൽ ഇടപെടുന്നത് ഇതേ പ്രിയങ്ക ഗാന്ധി പാർട്ടിയിൽ നിലനിർത്തുന്നതിൽ സുപ്രധാനമായ പങ്കാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിലെ നയതന്ത്ര ചാതുരിയുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ളത് നമ്പർ 1. നമ്പർ 2, ഇന്ദിരാഗാന്ധിയുമായി കേവലം ശാരീരികമായിട്ടുള്ള ഒരു സാമ്യം മാത്രമല്ലല്ലോ പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. ഇന്ദിരാഗാന്ധി 1952 മത്സരിക്കണം എന്ന് അന്ന് നെഹ്റുവിനോട് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അന്ന് തൻ്റെ മക്കളെ നോക്കി, സഞ്ജയും രാജീവ് ഗാന്ധിയും വളരെ നന്നേ കുട്ടികളായിരിക്കുന്ന ഘട്ടത്തിൽ അവരെ നോക്കി കുടുംബത്തിലേക്ക് ഒഴുകിക്കഴിയുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി. 15 വർഷമെടുത്തു ഇന്ദിരാഗാന്ധി പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ, പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1967 15 വർഷം. നോക്കൂ, ഇവിടെ പ്രിയങ്ക ഗാന്ധി എടുക്കുന്നത് എത്ര വർഷമാണ്? 20 വർഷം. 2004 സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജരായി അമേഠിയിലെത്തി, തുടർന്ന് റായ്ബറേലിയിലും തുടർച്ചയായി 2 മണ്ഡലങ്ങളിലും സാന്നിധ്യം അറിയിച്ചയാളാണ് പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ കൊണ്ടുവന്ന വളരെ 2011 സോണിയാഗാന്ധി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന ഘട്ടത്തിൽ അവിടെ ജനതാ ദർബാറുകൾ എന്ന് പറയുന്ന വളരെ ഇന്നൊവേറ്റീവായ, രാഷ്ട്രീയത്തിൽ നൂതനമായ, പ്രത്യേകിച്ച് റായ്ബറേലിയിലേക്ക് അപരിചിതമായിരിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. ജനങ്ങളെ കേട്ടു, അവിടേക്ക് ഇറങ്ങിച്ചെന്നു. അതുകൊണ്ടാണ് 2019 മഹാപ്രളയത്തിൽ അമേഠി അടക്കം ഒലിച്ചു പോകുമ്പോഴും റായ്ബറേലി പിടിച്ചു നിർത്താൻ പ്രിയങ്ക ഗാന്ധിയെ സഹായിച്ചത് ജനതാ ദർബാർ പോലെയുള്ള വളരെ സവിശേഷമായ ഇടപെടലുകളാണ്. നമ്പർ 2. നമ്പർ 3, ഈ
പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് വളരെ ഇമോഷണലായി 2 രംഗങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നു. അതിലൊന്ന് റഷീദ് കിദ്വ എഴുതിയ 24 അക്ബർ റോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന വളരെ രസകരമായ ഒരു സന്ദർഭമുണ്ട്. എന്താണ്? സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശ്രീപെരുമ്പത്തൂരിൽ വരുന്നു. ഇപ്പോൾ 1998 ജനുവരി മാസം 11-ാം തീയതി. അന്ന് ശ്രീപെരുമ്പത്തൂരിൽ നിന്നാണ് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം ആരംഭിക്കുന്നത്. സൗത്തിൽ നിന്ന് എങ്ങനെയാണോ പ്രിയങ്ക സൗത്തിൽ നിന്ന് തുടങ്ങുന്നത്, അതുപോലെയാണ് സോണിയാഗാന്ധിയുടെയും രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത്. ശ്രീപെരുമ്പത്തൂരിൽ അച്ഛൻ്റെ മൃതശരീരം കിടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് നിന്ന് സോണിയാഗാന്ധി ഒരു ഡാർക്ക് ഗ്രീൻ, ഒരു കറുത്ത പച്ച നിറത്തിലുള്ളൊരു സാരി അണിഞ്ഞു നിൽക്കുന്നു. ഇവരൊരു ചുവപ്പ് സാരി അണിഞ്ഞു നിൽക്കുന്നു. നല്ല വൈകുന്നേരം. ആ സായാഹ്നത്തിൽ ഈ വലിയ പ്രചരണം, ആൾക്കാർ കാത്തിരിക്കുകയാണ്, കൈയും പിടിച്ച് നിൽക്കുകയാണ് സോണിയാഗാന്ധിയുടെ ഒപ്പം. എന്നിട്ട് ആ കൈ വിട്ടിട്ട് ഈ പ്രിയങ്ക ഗാന്ധി പറയുന്ന ഒരൊറ്റ വാചകമാണ്. ആ ഒറ്റ വാചകത്തിലാണ് യഥാർത്ഥത്തിൽ തമിഴിലെ മുഴുവൻ ജനതയും വിട്ടുപോയത്. എന്താണ്? നിങ്ങൾ കോൺഗ്രസിക്ക് വോട്ട് ചെയ്യുങ്ങൾ എന്നാണ് പറയുന്നത്. ഒറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒറ്റ വാചകത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് മുഴുവൻ ആളുകളും കൈയിടിച്ച് ആർപ്പ് വിളിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് എല്ലാവരും കോൺഗ്രസിക്ക് വോട്ട് പോടുങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ സെൻറ്റൻസാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫ്രം സൗത്താണ്. അതും അച്ഛൻ്റെ ശവകുടീരത്തിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി നടത്തുന്നത്. അതിനുശേഷം രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത്, ഞാൻ ഒരു എന്തുകൊണ്ടാണ് ഒരു ഇമാജിനേഷനുള്ളൊരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിലുണ്ടോ എന്ന് പലപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ പ്രിയങ്ക ഗാന്ധിയിൽ അത് കാണുന്നതിന് ഒരു സാഹചര്യം കൂടി പറയാം. 2019 ബർഖാദത്തിന് NDTV അമേഠിയിൽ വെച്ച് ഈ പ്രിയങ്ക ഗാന്ധി അന്ന് കിഴക്കൻ ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട്, ഖരഗ്പൂരിൻ്റെയും വാരണാസിയുടെയും ഒക്കെ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന രംഗമുണ്ട്. എന്താണ് ആ രംഗം? 2008 തൻ്റെ അച്ഛനെ വധിച്ച നളിനിയെ കാണാൻ വേണ്ടി വെല്ലൂർ ജയിലിൽ പോകുന്ന പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയും നളിനിയും തമ്മിലുള്ള സംഭാഷണം അതുവരെയും ആളുകൾക്കൊന്നും അത്ര സുപരിചിതമായിരുന്നില്ല. അവരെന്താണ് സംസാരിച്ചത്, അവർ തമ്മിൽ കരഞ്ഞു, സംസാരിച്ചു എന്നതിനപ്പുറം എന്ത് സംസാരിച്ചു എന്നൊന്നും ലോകത്തിനറിയുമായിരുന്നില്ല. അപ്പോൾ ബർഖാദത്ത് ചോദിക്കുന്നുണ്ട്, അന്ന് എങ്ങനെയാണ് താങ്കൾക്ക് 19 വയസ്സുള്ള ഒരു ടീനേജുകാരിയായ പെൺകുട്ടിയിൽ നിന്ന് അച്ഛനെ കൊലപ്പെടുത്തിയ ഒരു കൊലയാളിയോട് എങ്ങനെ നിങ്ങൾക്ക് പൊറുക്കാൻ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പ്രിയങ്ക ഗാന്ധി പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഒരു ഇരയായി തീരുന്നത്, ഇരയല്ലാതായി തീരുന്നത്? സമാനമായ അവസ്ഥയിലൂടെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നയാൾ സാഹചര്യങ്ങളുടെ ഇരയാണെന്ന് തോന്നുന്ന നിമിഷം നിങ്ങളൊരു ഇരയല്ലാതായി മാറും എന്നുള്ളതാണ്. ഇതൊരു ആലോചിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ഇത് ഏതെങ്കിലും തരത്തിലൊരു PR-ൻ്റെ ഭാഗമായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റോ നേരത്തെ സ്ക്രിപ്റ്റഡായ ഒരു ഡയലോഗോ അല്ല. തീർച്ചയായും ശ്രീബുദ്ധൻ്റെ പാതയിൽ കുറേ കാലം സഞ്ചരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധി വളരെ ഫിലോസഫിക്കലായി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. കോൺഗ്രസിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഫിലോസഫിക്കലായി സംസാരിക്കുന്ന നേതാവിനെ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് ഒരർത്ഥത്തിൽ രാമചന്ദ്ര ഗുഹ നന്നായി സംസാരിക്കുമായിരുന്നു. അദ്ദേഹം നേരിട്ട് കോൺഗ്രസിലെങ്കിലും കോൺഗ്രസിൻ്റെ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയറാം രമേശ് അങ്ങനെ ഫിലോസഫിക്കലായി സംസാരിക്കാൻ ശേഷിയുള്ളൊരു നേതാവാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് നെഹ്റുവിൻ്റെ ലെഗസിയിൽ, നെഹ്റുവിൻ്റെ പാരമ്പര്യത്തിൽ ഫിലോസഫിക്കലായി രാഷ്ട്രീയത്തെ കാണാൻ കഴിയുന്ന ദാർശനികമായൊരു മുഖം കൂടി പ്രിയങ്ക ഗാന്ധിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതിനുള്ളൊരു തെളിവായി ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ഒപ്പം പാർലമെന്റിൽ രാഹുൽ പ്രിയങ്ക ഇരട്ട ബാരൽ സാന്നിധ്യവും ഉറപ്പിക്കുക എന്നതാണ് മറ്റൊരു ദേശീയ ലക്ഷ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഹിന്ദി ഹൃദയഭൂമിയിൽ നോക്കൂ, ഉത്തർപ്രദേശിൽ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 403 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 2 സീറ്റുകളിലാണ് വിജയിച്ചത്. 2.33% ആയിരുന്നു കോൺഗ്രസിൻ്റെ കഴിഞ്ഞ യോഗി ആദിത്യനാഥിനോട് എതിരിട്ട വർഷത്തെ തിരഞ്ഞെടുപ്പിലെ വിജയമെന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ ലോക്സഭയിലേക്ക് നോക്കൂ, ലോക്സഭയിൽ 9.66%, 6 സീറ്റുകളുമായി കോൺഗ്രസ് നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ സമാജ്വാദി പാർട്ടി രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി എന്നുള്ള ഇരട്ട പ്രഹരം യോഗി ആദിത്യനാഥിന് വലിയ ചലഞ്ചായി മാറും 2027. അതിന് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നോക്കൂ, ഇതൊരു കേരള പാക്കേജാണ്. നേരത്തെ MV നികേഷ് കുമാറിൻ്റെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഇമ്പാക്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഇവിടെ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയും അവിടെ ഒരു പ്രാദേശിക നേതാവാണ് മത്സരിക്കാൻ വരികയും ചെയ്തെങ്കിൽ ഇതേ CPM-ഉം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം രാഹുൽ ഇതാ വയനാടിനെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഇത് എന്നുവരെ കേൾക്കും? ഇത് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാനപ്പെട്ട വിഷയമാകും. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ പ്രചരണത്തിലെ ഒരു
ഒരു മുഖമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി കൂടിയായിരിക്കും. ആ പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആവേശം നിറയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കേരള പാക്കേജാണ്. ഇത് ചേലക്കരയുടെയും ഒപ്പം പാലക്കാടിൻ്റെയും ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം വയനാടിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ യുക്തിപരമായി ഇത് ഭദ്രമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നത് തന്നെയാണ് എൻ്റെ പക്ഷം. ഈ 3 ലക്ഷ്യങ്ങളും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് നിറവേറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചു എന്ന നിലപാടല്ല. കാരണം പാർലമെന്ററി തിരഞ്ഞെടുപ്പുകൾ ഏതെങ്കിലും ആ മണ്ഡലത്തിൽ വിജയിച്ചു കയറുന്ന ജനപ്രതിനിധി കൊടുക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളോ പാലങ്ങളോ റോഡുകളോ അല്ല എന്നുള്ളതാണ്. അതിനൊക്കെ മറ്റ് സംവിധാനങ്ങളുണ്ട്. സംസ്ഥാന നിയമസഭയിലുള്ള MLA-മാരുണ്ട്, പഞ്ചായത്തുകളിലുള്ളവരുണ്ട്, ജില്ലാ പഞ്ചായത്തുകളിലുള്ളവരുണ്ട്. അതുകൊണ്ട് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ചുമതല എന്ന് പറയുന്നത്, നോക്കൂ, ബൽറാംപൂരിൽ എത്ര തവണ സന്ദർശിച്ചിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി. മധുരയിൽ അദ്ദേഹം തോറ്റു, കെട്ടിവെച്ച പണം കിട്ടിയില്ല. അദ്ദേഹം ലക്നൌവിൽ മത്സരിച്ചു, 2ാം സ്ഥാനത്തായി പോയി. 1957 3 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. പക്ഷേ അപ്പോഴും അടൽ ബിഹാരി വാജ്പേയി പ്രതിനിധാനം ചെയ്തത് പാർലമെന്റിൽ അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത് ബൽറാംപൂരിലെ മികച്ച MP ആയിട്ടല്ല. പകരം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച ഒരു കവിയും ചിന്തകനുമായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മികച്ച രാഷ്ട്രീയ നേതാവ് ആയിട്ടാണ് സംഘപരിവാർ പോലും കാണുന്നത്, ഞാനടക്കമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളും കാണുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ വഞ്ചിച്ചോ എന്ന ചോദ്യം വളരെ സങ്കുചിതമായൊരു ചോദ്യമാണ്. ഇടതുപക്ഷത്തെ വഞ്ചിക്കുകയല്ല ചെയ്തത്. വിശാലമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കേണ്ടതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും മത്സരമുണ്ടാവും. അത് BJP അകറ്റി നിർത്താനുള്ള മത്സരമാണ്. അതൊരു സ്വാഭാവികമായ സൗഹൃദ മത്സരം എന്നതിനപ്പുറം ഞാനത് കാണുന്നതുമില്ല. ഇടതുപക്ഷത്തെ വഞ്ചിച്ചോ എന്ന ചോദ്യത്തിൽ ഇല്ല എന്നാണ് എൻ്റെ മറുപടി. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. ഇടതുപക്ഷത്തെ വഞ്ചിച്ച തീരുമാനമോ എന്നാണ് ചോദ്യം. നികേഷ് നോക്കൂ, ഇടതുപക്ഷം സ്വാഭാവികമായും രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ കാണുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അതിൻ്റെ ഒരു ദേശീയ അജണ്ടയ്ക്കൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും കോൺഗ്രസിനും UDF-നും അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കേരള പാക്കേജ് കൂടിയാണ്. നമുക്ക് രാഹുൽ ഗാന്ധിയെ നോക്കുക. രാഹുൽ ഗാന്ധി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവസാന നിമിഷത്തിലാണ് എപ്പോഴും തീരുമാനങ്ങൾ എടുത്തതായി നമ്മൾ കണ്ടിട്ടുള്ളത്, ഏത് വിഷയത്തിലാണെങ്കിലും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതൃപദവി അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതി ഏൽപ്പിക്കുന്നു. പ്രതിപക്ഷ നേതൃപദവി എന്നാണോ ഏറ്റെടുക്കേണ്ടത്, അതായത് പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി നേതാവാണിത് എന്ന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു അനിശ്ചിതത്വം രാഹുൽ ഗാന്ധി എപ്പോഴും കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഞാൻ റായ്ബറേലി സീറ്റാണ് നിലനിർത്താൻ പോകുന്നത്, ഞാൻ വയനാട് ഒഴിയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു രീതി അനുസരിച്ച് റായ്ബറേലിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞ് വയനാട് ഒഴിഞ്ഞു കിടന്ന് വിജ്ഞാപനം വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. ഇവിടെ രാഹുൽ ഗാന്ധി റായ്ബറേലിയാണ് ഞാൻ തുടരുന്നത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം, പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ മൊമെൻറ്റം കഴിഞ്ഞ നാളുകളിൽ UDF-നുണ്ടായിട്ടുള്ളൊരു മൊമെൻറ്റം ഉണ്ടല്ലോ, ആ മൊമെൻറ്റം നിലനിർത്താൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണഗതിയിൽ പറയുക എന്താണ്, അങ്ങനെയാണെങ്കിൽ 2019 രാഹുൽ ഗാന്ധിയാണല്ലോ മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ആണ് ജയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ആ പ്രഭാവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ 2024 പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ പ്രഭാവം ഉണ്ടാവുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടല്ലോ. 2019 2024 തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണുന്നത്, 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പുതിയ സർക്കാരിനെ നയിക്കാൻ പോകുന്ന ഒരാളാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? 52 സീറ്റും കൊണ്ട് രാഹുൽ ഗാന്ധി വലിയ പരാജയമായി മാറി. അത് രാഹുൽ ഗാന്ധിയുടെ പരാജയമായി മാറി. രാഹുൽ ഗാന്ധി അതിനെ തുടർന്ന് ACC അധ്യക്ഷ സ്ഥാനം ഉപേക്ഷിച്ചു.
ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല ഡിഫാക്ടോ പ്രസിഡൻ്റായി തുടർന്നു അല്ലേ, ഒരു 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 അദൃശ്യ കരങ്ങളിലൂടെ കോൺഗ്രസിനെ നയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലെങ്കിൽ ഈ 19 പേരെ ജയിപ്പിച്ച് വിട്ടിട്ട് അവർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയില്ല. അപ്പോഴാണ് തങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. 2020 തന്നെ മറുപടി നൽകി 2021 LDF സർക്കാരിനെ അധികാരത്തിലേറ്റുകയും ചെയ്തു. പക്ഷേ അതല്ല ഇപ്പോഴത്തെ സ്ഥിതി. 2024 എത്തുമ്പോൾ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിലെത്തിയില്ലെങ്കിൽ തന്നെയും രാഹുൽ ഗാന്ധി അവിടെ മാൻ ഓഫ് ദ മാച്ചായി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരാൻ പോവുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ചു എന്നുള്ള തോന്നലുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് 2019 ജൂൺ മാസത്തോടുകൂടി രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം തീർന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമ്പാക്റ്റ് തീർന്നു. 2024 അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ. ഇപ്പോൾ ഒക്ടോബർ നവംബർ മാസം ആകുന്നത് വരെ സ്വാഭാവികമായിട്ട് ഒക്ടോബർ നവംബർ മാസത്തിലാണല്ലോ ഉപതെരഞ്ഞെടുപ്പ് വരിക. അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ തുടരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് പ്രിയങ്ക എന്ന് പറയുന്നത് രാഹുലിനെ പോലെയല്ല, കുറച്ചുകൂടി വർക്കഹോളിക്കാണ്. അവരെങ്ങനെയാണ് റായ്ബറേലി കൈകാര്യം ചെയ്തിട്ടുള്ളത്, അവരെങ്ങനെയാണ് അമേഠി ഈ അടുത്ത ദിവസങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ അവൈലബിൾ ആകാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുകയാണെങ്കിൽ ഈ പറയുന്ന കേരള പാക്കേജ് കുറച്ചുകൂടി മികവുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നേരത്തെ സ്മൃതി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വേണമെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ എന്താ ജയിലിടാത്തത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ പിണറായി വിജയന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയും. പ്രിയങ്ക ഗാന്ധി അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമോ, അതത്ര എളുപ്പമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചുള്ള കൂടുതൽ സിമ്പതി കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ഒരു നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഇപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ട, മുത്തശ്ശിയെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണല്ലോ പ്രിയങ്ക ഗാന്ധി. മാത്രമല്ല ഏറ്റവും ഇമോഷണലായി, നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ഏറ്റവും ഇമോഷണലായി നെഹ്റു ഗാന്ധി ഫാമിലിയുടെ കോൺട്രിബ്യൂഷനെ കണക്ട് ചെയ്തിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് എന്ന് നമ്മൾ കാണേണ്ടത്. അപ്പം ഞാൻ കാണുന്നത് ഇതൊരു കേരള പാക്കേജ് എന്ന് മാത്രമല്ല, അപ്പോൾ കരുണാകരന് ശേഷം ആൻ്റണിക്ക് ശേഷം ഒരു സമഗ്ര വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ഉണ്ടായിട്ടില്ല. 2011 കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, തദ്ദേശ ഭരണത്തിൽ ഒരിക്കലും ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു നേതൃശേഷിയുള്ള ആൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം വേണ്ട, ആൻ്റണിക്ക് ശേഷം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ഉമ്മൻചാണ്ടി കഷ്ടിച്ച് കടന്നുകൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അരയിൽ ചുറ്റാൻ പോകുന്ന ഏലസായി പ്രിയങ്ക ഗാന്ധി മാറാൻ പോകുന്നത്. ഇതൊരു രക്ഷാകവചമായി മാറും പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ കഴിയാത്തൊരു പ്രൊട്ടക്ഷൻ കേരളത്തിലെ കോൺഗ്രസിന് കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ LDFിൻ്റെ ഈ ഒരു വെർഷൻ, അതായത് CPI ആണല്ലോ ഇത്തരം പരിദേവനങ്ങളുമായി മുന്നോട്ട് വന്നത്. വയനാട്ടിൽ മത്സരിക്കുമ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും ശക്തിയുള്ള ആഘാതം ഉണ്ടാക്കാൻ ശേഷിയുള്ള നേതാക്കളെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ടെറൈനിൽ കൊണ്ട് നിർത്തുന്നു. അങ്ങനെ ഇടതുപക്ഷമാണോ നിങ്ങളുടെ ഒരു മുഖ്യ ശത്രു, BJP അല്ലേ, BJPയുടെ കേന്ദ്രങ്ങളിലല്ലേ കൊണ്ടുവെക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ അതില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അത് എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ആയുധം അർജുനൻ എടുത്തത് സ്വന്തം സഹോദരനായ കർണാതും ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതിഹാസങ്ങളിൽ ഒന്നും തന്നെയും നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരു മൃദു ആയുധം ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ തന്നെയും ഒരു അഭിപ്രായ പ്രകടനം, ഒരു പരാതി എന്നതിനപ്പുറത്തേക്ക് ആളുകളിലേക്ക് എത്തും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ മറ്റാക്ഷേപങ്ങൾ ഉന്നയിക്കാം. അപ്പോൾ റോബർട്ട് വദ്രയൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടി സ്പോയിൽ ചെയ്യുന്നു പോവുകയാണ്. നമുക്ക് BJPയുടെ ഏറ്റവും വലിയ ആക്ഷേപം എന്താണ്? നിങ്ങൾ കുടുംബത്തിലെ 3 പേര് പാർലമെൻറ്റിൽ ഒരുമിച്ച് വരാൻ പോവുകയാണെന്നുള്ളതാണ്. നമുക്കറിയാം നേരത്തെ രാജമാത സിന്ധ്യയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ മകനും ഒരേ സമയം 71 മാധവറാവു സിന്ധ്യയും ഒരുമിച്ച് പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ആക്ഷേപങ്ങളിലൊന്നും കാര്യമില്ല. പക്ഷേ സ്പോയിൽ ചെയ്യാൻ കുടുംബത്തിൽ തന്നെ ഒരാളുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പോകും എന്നുള്ളതാണ്. ക്യാബിനറ്റിൽ 20 പേർക്കും കുടുംബവാഴ്ചയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് മറ്റു ഡീറ്റെയിൽ. നോക്കൂ, ദേശീയ തലത്തിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഈ
ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിനാൻസ് ടൈംസിന് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇതിനകം തന്നെ ഒരു ഘടകകക്ഷി, NDAയിലെ ഒരു ഘടകകക്ഷി, അതായത് ഭരണമുന്നണിയിൽ വലിയ അതൃപ്തി ഉണ്ടായിരിക്കുന്നു. മോദി എന്ന ആശയം തകർന്നിരിക്കുന്നു, മോദിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അയോധ്യ എന്ന വിഷയം ഉയർത്തി 80കൾ മുതൽ നടന്നവർ അയോധ്യയിൽ തന്നെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. മതസ്പർദ്ധയുണ്ടാക്കി വോട്ട് നേടുക എന്ന ആശയം പൊളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് വലിച്ചിടാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റായിട്ടാണ് രാഹുൽ ഗാന്ധി തുടക്കത്തിൽ തന്നെ ഇതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ഒരു ഓപ്പോസിഷൻ യൂണിറ്റിക്ക്, പ്രതിപക്ഷ ഐക്യത്തിന് പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അനിവാര്യമാകുന്നു എന്നുള്ള നില വരികയാണ്. ഏതായാലും കോൺഗ്രസ്സാണ് മുഖ്യകക്ഷി. പ്രതിപക്ഷത്തെ ഒരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. NDAയിലെ ഘടകകക്ഷികളുമായി ആദ്യം സൗഹൃദ സംഭാഷണം ആരംഭിക്കണം. അവർക്ക് വിശ്വാസം വേണം. നോക്കൂ, നമ്മൾ എത്ര പെട്ടെന്നാണ് രാഷ്ട്രീയം മാറുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അപരാജിതനായി നരേന്ദ്രമോദി തുടരുകയാണ്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അരുൺ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ഭാവി യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ഇന്ത്യ ബ്ലോക്കിലേക്ക് വന്നിരിക്കുന്നു. നരേന്ദ്രമോദി ഒരു പാസ്റ്റായി മാറിയിരിക്കുന്നു. ഇനി ഒരു ഫ്യൂച്ചർ, ഒരു ഭാവി എന്നുള്ള നിലയിൽ നമ്മൾ കാണേണ്ടത് ഇന്ത്യ ബ്ലോക്കിനെയാണ്, ഇന്ത്യ ബ്ലോക്കിൻ്റെ ലീഡർഷിപ്പിനെയാണ്. അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള 2 പേര് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് രാഹുൽ ഗാന്ധിയും 2 പ്രിയങ്ക ഗാന്ധിയും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തത വരാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. അപ്പോൾ നെഗോഷിയേഷൻസ് വേണം. നിങ്ങളുടെ കയ്യിലെ കാർഡുകൾ സമർത്ഥമായി കളിക്കാൻ കഴിയണം. പ്രിയങ്ക അവിടെയാണ് അസെറ്റാകാൻ പോകുന്നത്. നേരത്തെ അരുൺ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗെഹ്ലോട്ടിൻ്റെ കാര്യത്തിനകത്ത് ഹിമാചൽ പ്രദേശിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളിലൊക്കെ തന്നെയും പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സൗഹൃദ മനോഭാവം, കുറച്ചുകൂടി ഒരു ഡൈനാമിക്കായി ഇത്തരം കാര്യങ്ങളിൽ ഏതായാലും രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം കാറ്റ് മാറി വീശി തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വ്യത്യസ്ത മുന്നണികളെ ആ കാറ്റുള്ളപ്പോൾ തൂറ്റാൻ കഴിയുന്ന നേതാവ് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. രാജ്യം ഏതൊരു ഒരു വിപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ഇന്ത്യ ബ്ലോക്ക്. ആ മെനസിൽ നിന്ന് രാജ്യത്തെ മറികടക്കാൻ വേണ്ടി ഒരാളോ ഒന്നരയാളോ വിചാരിച്ചാൽ പോരാ, അതിനപ്പുറത്തേക്ക് വലിയ യൂണിറ്റി ഉണ്ടാക്കാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് ശീലമുള്ള ആൾ വേണം എന്നുള്ളതാണ്. ആ ഓപ്പോസിഷൻ യൂണിറ്റിയെ സിമെൻറ്റ് ചെയ്യാൻ ദേശീയ തലത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു എതിർപ്പുണ്ടെങ്കിൽ തന്നെയും വിശാലമായ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം അതോടൊപ്പം ചേരും. അതായത് കോൺഗ്രസിൻ്റെ ഈ ഒരു ഡൈനാമിസത്തിലൊപ്പം ചേരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സുജയ. ഇടതുപക്ഷത്തെ വഞ്ചിച്ചോ എന്നതായിരുന്നു ചോദ്യം. ഇടതുപക്ഷത്തിന്റെ, അതായത് CPI മത്സരിക്കുന്ന സീറ്റാണ് വയനാട്. സാർ അതിലേക്ക് അധികം കടന്ന് കണ്ടില്ല. രാഹുൽ ഗാന്ധിയിലും BJPയിലുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇതിൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ തന്നെ വഞ്ചിച്ചതാണ്. അത് ആനി രാജ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ന് റിപ്പോർട്ടറിലൂടെ സംസാരിക്കുമ്പോഴും അന്ന് രാഹുൽ ഗാന്ധി ചെയ്ത അതേ തെറ്റ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയിലൂടെ കോൺഗ്രസ് ആവർത്തിക്കുകയാണ് എന്നതാണ് ആനി രാജയുടെ ടേക്ക്. മാത്രമല്ല CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറയുന്നത് അതുതന്നെയാണ്. അതായത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടമായി ഒന്നിച്ചു നിൽക്കാനും നരേന്ദ്രമോദിയെയും NDAയെയും നേരിടാനും ഒക്കെ തീരുമാനിച്ചതിന് ശേഷം അതേ കക്ഷികളുമായി ദേശീയ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത്. ആനി രാജ വേഴ്സസ് രാഹുൽ ഗാന്ധി. അപ്പോൾ തന്നെ, അതായത് കഴിഞ്ഞ ഏപ്രിൽ 26 വിധി എഴുതി കഴിഞ്ഞു. അന്നേരം തന്നെ വഞ്ചിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതുതായി ഒരു വഞ്ചനയുടെ കാര്യമില്ല, വഞ്ചനയുടെ ഒരു തുടർച്ച എന്നത് വേണം കാണാൻ. പ്രിയങ്ക ഗാന്ധിയെ കമ്പാരിറ്റീവ്ലി രാഹുൽ ഗാന്ധിയുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം കൊണ്ട് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വാചകങ്ങൾ കുറച്ചുകൂടി രാഹുൽ ഗാന്ധിയേക്കാൾ സ്ട്രൈക്കിംഗ് ആയി ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ദിരാഗാന്ധിയുടെ അതേ സാദൃശ്യമുള്ള പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഇന്ന് T സിദ്ദിഖ് പേരുമിട്ട് കഴിഞ്ഞു. രണ്ടാം ഇന്ദിരയുടെ വരവ് എന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ് പറഞ്ഞത്. വയനാട്ടിൽ മത്സരിക്കാൻ കണ്ണുണ്ടായിരുന്നു T സിദ്ദിഖിന്. വയനാട്ടിൽ നിന്നൊരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്നുള്ള ആവശ്യം കാന്തപുരം വിഭാഗത്തിൽ നിന്നൊക്കെ വളരെ ശക്തമായി തന്നെ വന്നതുമാണ്. പ്രിയങ്ക ഗാന്ധി ആയതുകൊണ്ട് അതങ്ങ് കഴിച്ചിലായി എന്നുള്ളതാണ് സത്യം. അല്ലായിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധി അല്ലാതെ മറ്റാരുടെ പേര് പറഞ്ഞാലും അവിടെ ഈ സ്ഥാനാർത്ഥിത്വത്തിനായിട്ടുള്ള കൂട്ടയടി ഇതേ കോൺഗ്രസിൽ തന്നെ നടക്കുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വന്നേനെ. പ്രിയങ്ക ഗാന്ധി ആയതുകൊണ്ട് ഒരു പൊതുസമ്മതയായി ഒരു സ്ഥാനാർത്ഥിയായി അവർ മാറുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇപ്പോഴത്തെ കാര്യം. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി അവിടെ തോൽക്കാനൊന്നും പോകുന്നില്ല. കാരണം വളരെ സുരക്ഷിതമായ മണ്ഡലമാണ്. കന്നി അംഗം അത്രയും സുരക്ഷിതമായ മണ്ഡലത്തിൽ കൊടുക്കുന്ന ഒരു നല്ല ചേട്ടനാണ് രാഹുൽ ഗാന്ധി. പെങ്ങളെ സ്നേഹിക്കുന്ന, അനിയത്തിയെ സ്നേഹിക്കുന്ന, വാത്സല്യമുള്ള
വാത്സല്യനിധിയായ ഒരു വലിയേട്ടൻ, അങ്ങനെയാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇതിനപ്പുറം മറ്റൊന്ന് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ അനിയത്തിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം, സുരക്ഷിതമായ ഒരു മണ്ഡലം, മോള് വിജയിച്ച് കയറുക, ഏട്ടൻ അവിടെയുണ്ട് എന്ന് പറയുന്ന ഒരു രാഹുൽ ഗാന്ധി, അതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കുടുംബാധിപത്യം എന്നുള്ള ആ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള കമന്റ്, അതിൻ്റെയൊക്കെ പ്രസക്തിയൊക്കെ കഴിഞ്ഞുപോയി. കാരണം കോൺഗ്രസ് അത് തന്നെയാണ് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയാണ്. കുടുംബാധിപത്യം, കുടുംബം, ഫാമിലി ബാസ്റ്റിയൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അമേഠിയും റായ്ബറേലിയും മാത്രമല്ല വയനാടും ആ ഫോൾഡിലേക്ക് വരികയാണ്. ഇനി മുതൽ 3 മണ്ഡലങ്ങൾ നെഹ്റു കുടുംബത്തിൻ്റെതാണ്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി 3 പേരും റെപ്രസെന്റ് ചെയ്യുന്ന 3 കുടുംബങ്ങൾ അത് കോൺഗ്രസിൻ്റെതാണ്, കോൺഗ്രസിന്റെ കുടുംബ മണ്ഡലങ്ങളായി മാറുകയാണ്. അപ്പോൾ കേരളത്തിലും അതായത് ദക്ഷിണേന്ത്യയിലും അങ്ങനെ ഒരു കുടുംബ മണ്ഡലം ഉള്ളതിൽ നമുക്ക് അഭിമാനിക്കാം എന്നുള്ളതാണ്. 2024 വരുമ്പോൾ 3.64 ലക്ഷമാണ് ഭൂരിപക്ഷം. അത് 2019 രാഹുലിന് കിട്ടിയ 4.5 നിന്ന് കയറ്റി 5 ആക്കുക, അല്ലെങ്കിൽ 4 കടത്തി കുറച്ചുകൂടി കൂട്ടുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസും ലീഗും ഒക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി 2019 മത്സരിക്കാൻ വരുമ്പോൾ തന്നെ പറഞ്ഞത് വയനാട് എൻ്റെ കുടുംബമാണ്. പക്ഷേ ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു മുടിയനായ പുത്രനായോ എന്ന് വയനാട്ടുകാർ ഇടയ്ക്കൊക്കെ ചോദിച്ചിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാരണം വന്യജീവി പ്രശ്നമടക്കം പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ കുടുംബത്തേക്ക് ആ മകൻ അത്ര തിരിഞ്ഞു നോക്കിയില്ല. പ്രിയങ്ക ഗാന്ധി അങ്ങനെ ആകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും അമേഠിയിലും ഒക്കെ നിന്ന് അവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിനിങ് അടക്കം മാനേജ് ചെയ്ത ഒരു വ്യക്തിത്വമായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ആകില്ല. കുറച്ചുകൂടി കൂടുതൽ സമയം പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം വയനാട് മണ്ഡലത്തിലും കേരളത്തിലും ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത്. പ്രിയങ്ക മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നപ്പോഴൊക്കെ 2019 വളരെ സജീവമായി തന്നെ ആവശ്യം ഉയർന്നു. മത്സരിച്ചേ പറ്റൂ എന്ന് വരെ പറഞ്ഞു. പക്ഷേ അപ്പോഴും അവർ മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇത് ഏറ്റെടുക്കാൻ ഉള്ള ഒരു റീസൺ, റായ്ബറേലി രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ട് വയനാടിനെ ഉപേക്ഷിച്ചു എന്ന ഒരു നറേറ്റീവ് എന്തായാലും ഉയർന്നു വരും. അപ്പോൾ അത് മറികടക്കുന്നതിന് ഏറ്റവും നല്ല ഒരു ഷുവർ ബെറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കാൻഡിഡേറ്റ് അത് പ്രിയങ്ക ഗാന്ധിയാണ്. സഹോദരി, അതായത് എൻ്റെ കുടുംബമാണ് വയനാട്, ആ കുടുംബം നോക്കാൻ എൻ്റെ കുടുംബത്തിലുള്ള ഒരാളെ തന്നെ ഞാൻ ഏൽപ്പിച്ചു. ഇതിൽ നല്ല ഒരാൾ, എനിക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഇതിൽ നല്ല ഒരാളില്ല. അതാണ് രാഹുൽ ഗാന്ധി ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലൂടെ പറയുന്നത്. ഇത് നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലെ ഈ പ്രസൻസ് തന്നെയാണ്. കാരണം വയനാട് MP എന്ന നിലയിൽ മാത്രമല്ല കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടി ഇടപെടുന്ന ഒരു പ്രിയങ്ക ഗാന്ധിയെ കാണാനുള്ള ഒരു സാധ്യതയാണ് 2026 ഉള്ളത്. ഇവിടെ പക്ഷേ ഈ അമേഠി റായ്ബറേലി ഇത് രണ്ടുമല്ലാതെ വയനാട്ടിൽ നിന്ന് ഒരു തുടക്കമിടുന്നു പ്രിയങ്ക ഗാന്ധി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതായത് 2026 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് വയനാട്ടിൽ ഫോക്കസ് ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധി, 2027 തെരഞ്ഞെടുപ്പ് നടക്കുന്ന UP ഫോക്കസ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി. അതുകൊണ്ടൊക്കെ എന്താണ് ഉണ്ടാകാൻ പോകുന്ന പ്രയോജനം എന്നുള്ളത് നമുക്ക് ആ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ സൗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗത്തിൽ കർണാടകയിലും തെലങ്കാനയിലും രണ്ടിടത്തും കോൺഗ്രസ് സർക്കാരാണ്. DMK തമിഴ്നാട് ഭരിക്കുന്നു, ഇന്ത്യ മുന്നണി ഇവർ ഒന്നിച്ചാണ്. അപ്പോൾ കോൺഗ്രസിന് സൗത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഹോൾഡാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യമുണ്ട്. അതിന് കേരളം കിട്ടിയേ തീരൂ. ആ കേരളം കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരു തലപ്പൊക്കമുള്ള നേതാവ് ഇവിടെ കൂടിയേ തീരുള്ളൂ. കാരണം KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മുഖ്യമന്ത്രി കസേരയാണ് KCയുടെ നോട്ടം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി KC വേണുഗോപാൽ വരും. അപ്പോൾ ഇതിനൊക്കെ ഏകോപനം നിർവഹിക്കാൻ കൃത്യമായി ഒരു നല്ല ബാക്ക് റൂം മാനേജർ എന്ന രീതിയിൽ കഴിഞ്ഞ 99 മുതൽ ആക്റ്റീവാണ്. അതായത് 99 ആദ്യം അമേഠിയിൽ സോണിയാഗാന്ധി മത്സരിക്കുമ്പോൾ തൊട്ട് ആക്റ്റീവാണ് പ്രിയങ്ക ഗാന്ധി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും തെരഞ്ഞെടുപ്പുകൾ മാനേജ് ചെയ്ത ഒരു ബാക്ക് റൂം മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ കയ്യിൽ ഭദ്രമാണ്. അത് കേരളത്തിൽ കോൺഗ്രസ് ഇക്കുറി 2026 ഗുണം ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പയിനർ, ബാക്ക് റൂം മാനേജർ എന്നതിൽ നിന്നൊരു കാൻഡിഡേറ്റായി പ്രിയങ്ക ഗാന്ധി മാറുകയാണ്. അതും ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെ ഇടതുപക്ഷത്തിന് വലിയ ഒരു വെല്ലുവിളി കൊടുക്കാൻ സാധിക്കും, NDAക്ക് വലിയൊരു വെല്ലുവിളി കൊടുക്കാൻ കഴിയും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, രാഹുലിന്റെ അസാന്നിധ്യം വയനാടിന് അനുഭവപ്പെടാതെ നോക്കും. അതായത് അസാന്നിധ്യം ഉണ്ടായിരുന്നു, അതൊരു വസ്തുതയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് അത് നന്നായി മനസ്സിലായിട്ടുമുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പെർഫോമറായി പ്രിയങ്ക ഗാന്ധി മാറുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. കാരണം അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ അവർ പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. അത് ആ മണ്ഡലത്തിനും ഗുണകരമാകുന്ന രീതിയിലേക്ക് അവരത് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു തുടക്കമാണ്. ഇത്രയും വർഷം 99 മുതൽ പിന്നിൽ നിന്ന് എല്ലാം നിയന്ത്രിച്ചിട്ടുള്ള ഒരാൾ ഒരു പെർഫോമറായി മുന്നിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. അവരുടെ പ്രായവും അതിന് അനുകൂലമാണ്. 52 വയസ്സാണ് അവർക്ക് പ്രായം. രാഹുൽ ഗാന്ധിയുമായി 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് നല്ല ഒരു സ്റ്റാർട്ട് ആയിരിക്കും വയനാട്ടിൽ. പക്ഷേ അവർ അവിടെ തന്നെ തുടരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം അവിടെ മത്സരിച്ച് അതിനുശേഷം പിന്നീട് വീണ്ടും ഫാമിലി ബാസ്റ്റൻ UP ആണ് ഞങ്ങളുടെ തട്ടകം, UP ആണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിപ്പോകരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇനിയാണ് ആനിരാജ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തിയിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ, ആനിരാജ ചോദിച്ചത് എന്താണ്, നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉണ്ടോ എന്ന്. അതില്ല. പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇല്ല എന്നുള്ളത് കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഫൈറ്റിലേക്ക് വരാൻ. കാരണം CPI മത്സരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യ ബ്ലോക്കിൽ
പുറമേ നിന്നുള്ള പിന്തുണയോ അങ്ങനെയൊന്നുമല്ല. CPI ഇന്ത്യ ബ്ലോക്കിനൊപ്പം തുടക്കം മുതൽ തന്നെ, അതായത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മുതൽ ഉള്ള പിന്തുണയും ഒന്നിച്ചുള്ള നിൽപ്പുമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സഖ്യകക്ഷിക്ക് പാർലമെന്റിലേക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി മറ്റൊരിടത്തും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യതയുണ്ടായിരുന്നു. അത് അവർക്ക് കൊടുക്കാമായിരുന്നു. ആ ഒരു ടേക്ക് കൂടി ഞാൻ ഇതിന്റെ മുന്നിൽ വെക്കുകയാണ്. വയനാട്ടിൽ മത്സരിക്കുമ്പോൾ റായ്ബറേലിയെ കുറിച്ച് രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടിയിട്ടില്ല. അവിടെയും, അതായത് ഏപ്രിൽ 26-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇടതുപക്ഷത്തോടും വയനാടിനോടുമുള്ള ഒരു വഞ്ചന സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ വഞ്ചന ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചന സംഭവിച്ചിട്ടുണ്ട്. ഫ്രഷായിട്ട് വഞ്ചിച്ചിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇനി ഒരു ചോദ്യം അവിടെ ഉയരുന്നത്, ആനി രാജ ഇത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ഈ ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കിയത് അത് കേരളത്തിലില്ല എന്ന് KC വേണുഗോപാലും സീതാറാം യെച്ചൂരിയും പറഞ്ഞത് അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിലും ഇന്ത്യ ബ്ലോക്കിന്റെ ഫോർമേഷൻ ഇതിനായിരുന്നു. ആ മുന്നണിയിലുള്ള ആളുകൾ പരമാവധി പാർലമെന്റിലേക്ക് എത്തുക എന്നതായിരുന്നു. അപ്പോൾ അതിൽ പ്രിയങ്ക ഗാന്ധി പോയാലും ആനി രാജ പോയാലും, ആനി രാജ ഒരു വനിതാ മുഖം എത്തട്ടെ എന്ന് പറയുന്നത് അവർ വളരെ ആ മാഗ്നാനിമിറ്റി കാണിക്കുന്നുണ്ട്. ആനി രാജ അതേ മാഗ്നാനിമിറ്റി എന്തുകൊണ്ടാണ് ആനി രാജ മത്സരിച്ചപ്പോൾ രാഹുലും കൂട്ടരും കാണിക്കാതിരുന്നത് എന്ന ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ആനി രാജയോട് കാണിച്ചതൊരു വലിയ വഞ്ചന തന്നെയാണ്. ഇവിടെ മാഡം പറഞ്ഞു ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന്. അത് ശരിയാണ്, ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ പോരടിക്കുന്നത് CPIയുടെ ആശയത്തോട്, ഇടതുപക്ഷത്തിന്റെ ആശയത്തോട്. അതിനോട് പോരടിക്കുമ്പോൾ എവിടെയാണ് ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത് എന്നതുകൂടി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്ത്യ മുന്നണി എന്നത് ഒരേ രീതിയിൽ പോകുന്ന ഒരേ ആശയമുള്ള ഒരു മുന്നണിയാണ്. അവരുടെ ആശയം എന്ന് പറയുന്നത് സംഘപരിവാറിനെയും ഫാസിസത്തെയും ഒക്കെ എതിർക്കുകയാണ് എന്നവർ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ പരസ്പരം വീണ്ടും മത്സരിക്കുമ്പോൾ, ഒന്ന് മത്സരിച്ചു വീണ്ടും മത്സരിക്കാൻ പോകുന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും CPIക്ക് ഒരു ചാൻസ് കൊടുക്കാതിരിക്കുമ്പോൾ എവിടെയാണ് ഈ ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നുള്ള ഒരു വിഷയം നിൽക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റോബർട്ട് വാദ്രയെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തു പോയല്ലോ. റോബർട്ട് വാദ്ര പറയുന്നത് എന്താണ്? പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്. പ്രിയങ്ക മത്സരിക്കുന്നതിന് പൂർണ്ണ പിന്തുണയാണ്, ഒരു നോയും ഇത്തവണ ഞാൻ എടുത്തില്ല എന്നാണ് റോബർട്ട് വാദ്ര പറയുന്നത്. അതിനുശേഷം പറയുന്നത്, ഡോക്ടർ അരുൺ നേരത്തെ ഹിന്റ് ചെയ്തു, ഉചിതമായ സമയം വരുമ്പോൾ ഞാനും പാർലമെന്റിൽ ഉണ്ടാകും. അതായത് ആ കുടുംബത്തിൽ നിന്ന് 4ാമതൊരാൾ കൂടി ഇതിനകം തന്നെ ഒരു ആസ്പിരന്റായി നിൽക്കുകയാണ്. അതായത് പ്രിലിമിനറി എക്സാം എഴുതാനായി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. മെയിൻ എക്സാമിന് ഭാര്യ പോകട്ടെ, പാസ്സാകട്ടെ, പ്രിലിംസ് എഴുതി ഞാൻ പിന്നാലെ വരുന്നുണ്ട്, ആദ്യം നീ പൊയ്ക്കോ എന്നാണ് പ്രിയങ്ക ഗാന്ധി വദ്രയോട് റോബർട്ട് വദ്ര പറയുന്നത്. അത് ഓപ്പൺ സ്റ്റേറ്റ്മെന്റുമാണ്. അമേഠി മണ്ഡലത്തിൽ മത്സരം നടന്നപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്താണ് പറഞ്ഞത്? അമേഠിയിൽ ഞാൻ മത്സരിക്കണം എന്നതാണ് ജനങ്ങളുടെ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഫ്ലക്സ് വെപ്പിച്ചയാളാണ് ഈ റോബർട്ട് വദ്ര. അതിനുശേഷമാണ് സോണിയാഗാന്ധി മോൻ വേണ്ട, മോനങ്ങ് മാറിയിരി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെ അവിടെ മത്സരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ K. സുരേന്ദ്രൻ അടിച്ച് കയറി വാളിയ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രസക്തി അവിടെ നിലനിൽക്കുന്ന തരത്തിൽ റോബർട്ട് വാദ്ര ഇപ്പുറത്തൊരു സ്റ്റേറ്റ്മെന്റുമായി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അളിയനെ ഒന്ന് ഡീല് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് നന്നായിരിക്കും എന്ന ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ വയനാട് മണ്ഡലത്തിൽ ഭാവിയിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ റെയ്ഹാൻ രാജീവ് വദ്ര വന്നാലും, പ്രിയങ്ക ഗാന്ധിയുടെ മകൻ വന്നാലും മലയാളികൾ സ്വീകരിക്കും. കാരണം രാജീവ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ മുഖച്ഛായ റെയ്ഹാൻ രാജീവ് വദ്രയ്ക്കുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു കുടുംബ മണ്ഡലമായി നമ്മുടെ വയനാട് മാറിയിരിക്കുകയാണ്. മലയാളികൾക്ക് അതിൽ നന്നായി അഭിമാനിക്കാം. ഒറ്റ കാര്യം കൂടി, രാഹുൽ ഗാന്ധിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. 54 വയസ്സ് തികയുന്ന യുവാവിന് എല്ലാ ആശംസകളും. ഇതിൽ വളരെ രസകരമായ ഒരു കാര്യം ഞാൻ ഒന്ന് കമന്റ് ചെയ്തോട്ടെ. അതായത് ഈ റോബർട്ട് വദ്ര 50 വയസ്സ് കഴിഞ്ഞവരെ ചെറുപ്പക്കാർ യുവാക്കളെന്ന് വിളിക്കുന്നത് തെറ്റൊന്നും. അതുകൊണ്ടല്ല, 75 വയസ്സാവുമ്പോൾ ചെറുപ്പക്കാരനാവാൻ വേണ്ടിയാണല്ലോ ഈ പറയുന്നത്. അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു സംശയം സുജിയ, ഈ സുജിയോട് ഇത്രയും ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഒരു കാര്യം, എനിക്കൊരു ചോദ്യം, ഒരൊറ്റ ചോദ്യമുണ്ട്. റോബർട്ട് വദ്ര ഏത് പാർട്ടിയിൽ നിന്നാണ് പാർലമെന്റിൽ എത്തുന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ. അത് വളരെ മികച്ച ഒരു ഇതാണ്. ആ ചോദ്യമുണ്ട്. കാരണം എന്താ അറിയോ? ജ്യോതിരാദിത്യ സിന്ധ്യ കുടുംബവാഴ്ചയുടെ ഭാഗമാണേ. ഇപ്പൊ എവിടെയാ റോബർട്ട് വദ്ര? ഇപ്പോൾ എവിടെയാ? ബിജെപിയിലാണ്. ചരൺ സിംഗിന്റെ കൊച്ചുമകൻ ജയൻ ചൗധരി എവിടെയാ? എൻഡിയിലാ. ചിരാഗ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ എവിടെയാ? കുടുംബാധിപത്യത്തിന്റെ ഭാഗമാ. JP നദ്ദ അമ്മായിയമ്മ ആരാ? ലോക്സഭയിൽ MP യാ. എവിടെയാ? BJPയുടെ അധ്യക്ഷനാ. നരേന്ദ്രമോദിയുടെ ഭാര്യയും മക്കളും ഒന്നും എന്തായാലും ഇതുപോലെ 4 പേരെ ജയിപ്പിച്ചു വിടുന്നില്ല. ഇവിടെ അമ്മ രാജ്യസഭയിൽ എണ്ണി പറഞ്ഞാൽ NDAയുടെ ക്യാബിനറ്റിലെ 20 മന്ത്രിമാർ കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ടാണ് മോദി കാ പരിവാറിലുള്ളത്. നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് മോദി എക്സിന്റെ പോസ്റ്റിൽ നിന്ന് മോദി കാ പരിവാർ മാറ്റിയത്? ഞാൻ ചോദിക്കട്ടെ, മോദിയുടെ കുടുംബം അതിനപ്പുറത്തേക്ക് നോക്കൂ, നമ്മൾ BJPയുടെ ട്രാപ്പിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു അജണ്ട എടുത്തിട്ടത്? കോൺഗ്രസിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി നെഹ്റു ഗാന്ധി കുടുംബമാണ്. ആ നെഹ്റു ഗാന്ധി കുടുംബത്തിനെ അകറ്റുക
അങ്ങനെയാണല്ലോ G22 അഫിലിയേഷൻ കാണിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയോടാണ് പല നേതാക്കളും. ഇപ്പോൾ ഗുലാം നബി ആസാദിനെ പോലെ. എന്താണ് ഈ നെഹ്റു ഗാന്ധി കുടുംബം എന്ന് പറയുന്നത്? മോട്ടിലാൽ നെഹ്റുയുടെ രാഷ്ട്രീയം തുടങ്ങുകയാണ്. ജവഹർലാൽ നെഹ്റു നോക്കൂ, AICC അധ്യക്ഷനായ മോട്ടിലാൽ നെഹ്റു ഉണ്ട്. ജവഹർലാൽ നെഹ്റു എന്ന് 13 വർഷം ജയിലിൽ കിടന്നിട്ടുള്ള നേതാവാണ്. ഇവരൊന്നും ഈ സിൽവർ സ്പൂൺ വായിലിട്ട് വന്നിട്ടുള്ളവരല്ല. അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ തന്നെയും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യ അവർ ക്ഷയരോഗം ബാധിച്ച് കിടക്കുന്ന കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. എത്ര ബന്ധുക്കളാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്? ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു മകൾ, രാജ്യത്തിന് വേണ്ടി മരിച്ച ആളാണ്. രക്തസാക്ഷിത്വം. ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളവരാണ്. അവർ 3 പേര് ഒന്നിച്ച് പാർലമെൻറ്റിലെത്തിയാൽ ഉടനെ ഇവരൊക്കെ ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ ഇവരൊക്കെ രാജ്യത്തിൻ്റെ രക്തസാക്ഷിത്വം വയ്ക്കുന്നത് ഈ പറയുന്ന ജനസംഘവും BJPക്ക് എവിടെയായിരുന്നു? അടിയന്തരാവസ്ഥ കാലത്തെ സാറേ ഇടതുപക്ഷവും ഈ പറയുന്ന സ്വയം സേവകരും ഒക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. കണ്ണൂരിലടക്കമുണ്ട്. അങ്ങൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാം. ഞാൻ കോൺഗ്രസുമായിട്ട് രാഷ്ട്രീയമായ ഒരു അഫിലിയേഷനും ഇല്ലാത്ത ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു ദൂരെ നിന്ന് കാണുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ്. അടിയന്തരാവസ്ഥയുടെ കാര്യത്തിലൊന്നും ഞങ്ങൾ ആരും തന്നെ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരല്ല. പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ബസ് കയറിയത് എൻ്റെ അച്ഛനെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിലിൽ കാണാൻ വേണ്ടി കണ്ണൂരിൽ പോയപ്പോഴാണ്. അപ്പോൾ എനിക്ക് അടിയന്തരാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ രക്തബന്ധത്തിലുള്ളവർ മുഴുവൻ അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിക്കുകയും നെഹ്റു ഗാന്ധി കുടുംബത്തിന് വലിയ റോളുണ്ട്. അതേ സമയം തന്നെ കറുത്ത കുത്തുകളുമുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന RSSകാരെ പുറത്തേക്ക് വിടണം, നന്നായി ജീവിച്ചോളും എന്ന് പറഞ്ഞ് സർസംഘചാരിൽ കത്തെഴുതിയിട്ടുണ്ട്. അല്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ RSSന്റെ റോൾ ഇല്ലാന്നൊന്നും പറയുന്നില്ല കേട്ടോ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ജീവിച്ചോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് വന്നാൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചോ എന്ന ചോദ്യത്തിന് 4 പേരും ഇടതുപക്ഷത്തെ വഞ്ചിച്ചിട്ടില്ല. അതായത് ഓൾറെഡി വഞ്ചിച്ച് വെച്ചിരിക്കുകയാണ്. ഫ്രഷ് ആയിട്ടുള്ള വഞ്ചന ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ തന്നെ അനിരാജയെ വഞ്ചിച്ചു. അതായത് 2 ദേശീയ നേതാക്കൾ ഏറ്റുമുട്ടി. അപ്പോൾ അന്ന് തന്നെ അനിരാജ പറഞ്ഞതാണ്. അപ്പോൾ അനിരാജ പറയുന്നു, അപ്പോൾ രാജകുമാരൻ ആദ്യം വഞ്ചിച്ചു, ഇപ്പോൾ രാജകുമാരി വരുന്നു, വീണ്ടും വഞ്ചന ഏറ്റുവാങ്ങാൻ CPIയുടെ ജന്മം. ഇവിടെ ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. കോൺഗ്രസിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷം മുന്നോട്ട് പോകുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജ്യം വിപത്തിലാണ് എന്ന് കണ്ടപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ കാലഘട്ടത്തിലും CPMന് താല്പര്യമുള്ള ആളെ അല്ലെങ്കിൽ CPIക്ക് താല്പര്യമുള്ള ആളെ ഈ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചോളാമെന്നൊന്നുമില്ല. പറഞ്ഞോളൂ, പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞോളൂ. ആത്യന്തികമായി വിപത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഇടതുപക്ഷത്തെ വഞ്ചിച്ചോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 0, നോ എന്ന് 4. Meet the editors.